ലാബ് 1 വാല്യൂ ഓഫ് ഫങ്ഷൻസ്. നിങ്ങൾ പഠിക്കുന്ന 12 ലാബിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ലാബ് 1 ആണെന്ന് പറയും. എക്സാമിന് ലാബ് 1 കിട്ടിയവർക്ക് അത്ര എളുപ്പമായിരിക്കും പരിപാടി. മോഡൽ ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിൽ നിങ്ങൾ മെയിനായിട്ട് എയിം ചെയ്യണത് എന്താണ് ഒരു ലാബ് ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആദ്യം കൊടുത്തിട്ടുണ്ടാവും. എല്ലാ ലാബിൻ്റെയും തുടക്കത്തിലുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എന്തിനാണ് ആ ലാബ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പം ഇതിൽ നിങ്ങളൊരു ഒരു ഫങ്ഷൻ മെഷീനൊക്കെ കാണുന്നുണ്ടാവും. ഫങ്ഷൻ എങ്ങനെ വർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇയറിലൊക്കെ. ഫങ്ഷൻ ഒരു മെഷീൻ പോലെ വർക്ക് ആവുക എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു തരും. അതുപോലെ തന്നെ നമ്മൾ ഒരു നമ്പറിൻ്റെ ഇമേജ്, ഒരു ഫംഗ്ഷൻ ഇപ്പോൾ x³ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വരച്ചു എന്ന് കരുതുക. അതിൽ 2ൻ്റെ ഇമേജ് 8 ആണ്, 3ൻ്റെ ഇമേജ് 27 ആണെന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പം അങ്ങനെ ഇമേജുകൾ കാണാനും എന്താണ് ഒരു ഫംഗ്ഷൻ്റെ അണ്ടറിലുള്ള ഒരു ജോമെട്രിക് മീനിങ്, ഗ്രാഫ് എന്നൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ വിഷ്വലൈസ് ചെയ്ത് കാണാം. അതാണ് മെയിൻ എയിം. ഇതിലെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒരു എൻ്റെ ഇമേജ് f(a) കൊണ്ട് ഡിനോട്ട് ചെയ്യും, 1ൻ്റെ ഇമേജ് f(1), 2ൻ്റെ ഇമേജ് f(2), അതൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. അതുപോലെ തന്നെ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ പോയിൻറ്റ്സ് ഇങ്ങനെ ചേർത്ത് വരയ്ക്കുമ്പോൾ ഗ്രാഫ് ആവും നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ മീനിങ് f(a) എന്നൊന്നും ഇപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. നമുക്ക് ജസ്റ്റ് ഡയറക്റ്റായിട്ട് ആക്ടിവിറ്റിയിലേക്ക് പോവാം. അതിൽ 3 ആക്ടിവിറ്റി ഉള്ളത്, 3 സിമ്പിൾ ആക്ടിവിറ്റിയാണ്. നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ മനസ്സിലാവും. ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് അതിലെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ലാബ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഇത് കുറച്ച് ഐഡിയ വേണം. പ്രൊസീജിയർ കുറേയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടായിരിക്കും. ഞാൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരാം. അപ്പം ഇതിലെ പ്രൊസീജിയർ ആദ്യം f(x)(x² എന്ന ഗ്രാഫ് വരയ്ക്കുക. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് f(x)(x² എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു കാര്യം പറയാം, f(x)(x² തന്നെ നിങ്ങൾ മുഴുവൻ ടൈപ്പ് ചെയ്യണമെന്നില്ല. നമുക്ക് പുതിയൊരു വിൻഡോ എടുക്കാം. നിങ്ങൾ ആപ്പിൽ ചെയ്യുമ്പോൾ Ctrl+N അടിച്ചാൽ മതി. ഇതിൽ പുതിയൊരു വിൻഡോ ഞാൻ പഴയത് ക്ലോസ് ചെയ്തിട്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇൻപുട്ട് ബാറിൽ പോയിട്ട് വെറും x² എന്ന് കൊടുത്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും, f(x)(x² എന്നുള്ളത് അങ്ങനെ തന്നെ വരും. ഓക്കെ, എക്സ് മേലേക്കുള്ള ആരോ മാർക്ക് x² എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, f(x). അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. അടുത്ത സ്റ്റെപ്പ് നോക്കാം. അടുത്തത് അവർ പറയുന്നത് ഒരു നമ്പർ സ്ലൈഡർ, ശ്രദ്ധിക്കേണ്ട വാക്കാണ്, നമ്പർ സ്ലൈഡർ ആയിരിക്കണം. അതിൻ്റെ പേര് a എന്നായിരിക്കണം. ഇൻക്രിമെൻറ്റ് 0.01 ആയിരിക്കണം. എങ്ങനെയാണ് ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക നോക്കാം. അപ്പോൾ അതിന് സ്ലൈഡർ ടൂൾ ബോക്സ് ഓർമ്മ ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്യുന്നു. അതിൽ സ്ലൈഡർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളിനി എവിടെയാണോ ക്ലിക്ക് ചെയ്യുന്നത് അവിടെയാണ് നിങ്ങളുടെ സ്ലൈഡർ ടൂൾ വരാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് വിട്ട് മാറിയിട്ട് ഇവിടെയിട്ട് ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളെന്ന്. നെയിം അവർ പറഞ്ഞ പോലെ തന്നെ a എന്നാണ്. അത് a=1 എന്നുള്ളതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നെയിം ഇവിടെ കാണിക്കുക, a തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്പർ സ്ലൈഡർ, ഓൾറെഡി നമ്പർ സ്ലൈഡർ ഉണ്ട്, ആംഗിൾ സ്ലൈഡർ ഉണ്ട്, ഇൻറ്റിജർ സ്ലൈഡർ ഉണ്ട്. ഇപ്പോൾ നമ്പർ സ്ലൈഡർ ആയതുകൊണ്ട് അതിൽ ഡിഫോൾട്ടായിട്ട് നമ്പർ സ്ലൈഡറിൽ തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, പിന്നെ അവർ ഡിമാൻഡ് പറഞ്ഞത് ഇൻക്രിമെൻ്റ് ആണ്. മാക്സിമം മിനിമത്തിന് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ മിനിമം -5 മാക്സിമം 5 അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇൻക്രിമെൻ്റ് ആണ് അവർ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്. 0.01 ആണോ 1 ആണോ, 0.01 ആണ്. ഓക്കെ, അപ്പോൾ അത് 3 ഓക്കെ ആയി. പേര്, പിന്നെ നമ്പർ സ്ലൈഡർ, ഇൻക്രിമെൻറ്റ്. ഓക്കെ, നിങ്ങൾ കണ്ടു തോന്നുന്നു, ഇവിടെ ഒരു സ്ലൈഡർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് ലെഫ്റ്റിലും കാണിക്കും. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് ചെയ്തത്, സ്ലൈഡറും ഫംഗ്ഷൻ വരയ്ക്കലും, രണ്ടും ലെഫ്റ്റിലും വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രാഫിക്സ് വ്യൂവിൽ പിക്ചറായിട്ടും വന്നിട്ടുണ്ട്. ഇനി അടുത്ത എന്താണെന്ന് നോക്കി നോക്കാം. അടുത്തത് പ്ലോട്ട് ദ പോയിൻറ്റ്സ്. ഇത് നല്ലോണം ശ്രദ്ധിക്കുക. ഇത് ഒരു പോയിൻ്റ് എങ്ങനെ പ്ലോട്ട് ചെയ്യേണ്ടതെന്ന് അവർ ഇൻപുട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ പേര് കൊടുക്കേണ്ടത് അതിന് a=, ക്യാപിറ്റൽ ലെറ്റർ a= തന്നെ കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റിൽ a,0 എന്ന് കൊടുക്കുക. അപ്പോഴാണ് നിങ്ങൾ 4 പോയിൻ്റ് പ്ലോട്ട് ചെയ്യാണ് ഇനി വേണ്ടത്. ദേ ഈ പോയിൻ്റ് a0, b a(f)(a), c 0(f)(a). ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഈ സ്മോൾ ലെറ്റർ a എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലൈഡറിൻ്റെ പേരാണ്. ഓക്കെ, അപ്പോൾ സ്ലൈഡർ ഇങ്ങനെ നീക്കുമ്പോൾ ആ പോയിൻ്റ് ഇങ്ങനെ മൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് സ്ലൈഡർ ആദ്യം ചെയ്ത് വെച്ചത്. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഈ പോയിൻറ്റ്സ്, ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ 3ാമത്തെ സ്റ്റെപ്പ് ചെയ്തിട്ട് 2ാമത്തെ സ്ലൈഡർ ഉണ്ടാക്കാൻ മറന്നു. ഇനി പോയി സ്ലൈഡർ ഉണ്ടാക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നോളുന്നില്ല, വിചാരിച്ച് വന്നോളുന്നില്ല. അപ്പോൾ സ്ലൈഡർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആ പോയിൻ്റ് അല്ലെങ്കിൽ ആ പേര് വെച്ചിട്ടാണ് നിങ്ങൾ പോയിൻറ്റ്സ് വരയ്ക്കാൻ പോകുന്നത്, മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ a0 എന്നുള്ള പോയിൻ്റ് പ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ട് നമുക്കിപ്പോൾ വെറും ഒരാൾ വന്നിട്ട്, ഇപ്പം ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് 1, 2 എന്ന പോയിൻ്റാണ് വരയ്ക്കേണ്ടതെന്ന് കരുതുക. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് 1, 2 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ കൊടുത്താൽ 1, 2 അവിടെ വന്നിട്ടുണ്ടാവും. ദേ ഡിഫോൾട്ടായിട്ട് നമ്മൾ ആദ്യം
കൊടുക്കുന്ന അല്ലെങ്കിൽ ആദ്യം പ്ലോട്ട് ചെയ്യുന്ന പോയിന്റ് എ എന്ന് തന്നെയായിരിക്കും പേര് വന്നിട്ടുണ്ടാവുക. എ ഈക്വൽ ടു 1 2 എന്നല്ലേ. അപ്പോൾ നമ്മളോട് ഇവിടെ പോയിന്റ് പ്ലോട്ട് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, അണ്ടു അടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ പോയിന്റ് ആവശ്യമില്ല. അണ്ടുവിൻ്റെ ചിഹ്നത്തിലുണ്ട്, ആപ്പിലുണ്ടാവില്ല തോന്നുന്നു, ഉബുണ്ടുവിലില്ല തോന്നുന്നു, എന്തായാലും പോയി. അല്ലെങ്കിൽ ഇപ്പോൾ എ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫോൾട്ടായിട്ട് എ വന്നോളണമെന്നില്ല പേര്. അപ്പോൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എ ഈക്വൽ ടു എന്നുള്ള കൊടുക്കണം നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞത്. വെറും A0 എന്ന് കൊടുത്താലും മതി, എ തന്നെ പേര് വരിക. ഇനി അവർ ഇൻപുട്ടായിട്ട് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. അവർ ഇൻപുട്ട് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളതേ ജസ്റ്റ് ഇങ്ങനെ കോപ്പി ചെയ്താലും Ctrl+C അടിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാകും, ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കോപ്പി ചെയ്യാൻ ഒരു കുഴപ്പമില്ല. അതിൽ നിന്ന് Ctrl+C കോപ്പി ചെയ്യാൻ, പേസ്റ്റ് ചെയ്യാൻ Ctrl+V. ഓക്കെ, ഇതിവിടെ കൊണ്ടുവന്ന് കോപ്പി ചെയ്തിട്ട് എൻ്റർ അടിച്ചാലും മതി. ആ പോയിൻ്റ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. അല്ല നിങ്ങൾ മാനുവലായിട്ട് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഒരു എളുപ്പപ്പണി പറഞ്ഞതാണ്, ടൈപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അല്ല, രണ്ടും നല്ലതാണ്. തെറ്റ് കുറയ്ക്കാൻ വേണമെങ്കിൽ കോപ്പി പേസ്റ്റും ചെയ്യാം എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കട്ടോ, ഈ മൂന്നാമത്തെ ബ്രാക്കറ്റ്, ഈ ലാസ്റ്റുള്ള ബ്രാക്കറ്റും കൂടെ ചേർത്ത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, അടുത്തത് എനിക്ക് വേണ്ടത് ബി എന്ന പോയിൻ്റാണ്. അപ്പോൾ ബി ഈക്വൽ ടു എന്ന് കൊടുക്കണം. ഇതുണ്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച് കിട്ടിയോളന്നില്ല. ഞാൻ ഒരു കാര്യം കാണിച്ചിട്ട്, ഞാൻ ഇപ്പോൾ ഈ കോപ്പി ചെയ്തപ്പോൾ എല്ലാം വന്നിട്ടുണ്ട്. ഈ ആവശ്യമില്ലാത്ത ബ്രാക്കറ്റൊക്കെ വന്നിട്ടുണ്ട്. അല്ല, ഈ ലാസ്റ്റ് ബ്രാക്കറ്റ് വേണോ? ഓക്കെ, നോക്കി നോക്കാം. പോയിൻ്റ് ശ്രദ്ധിച്ചോട്ടോ. ഇതാണ് ടൈപ്പ് ചെയ്യുന്നത് നല്ലതെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ കോമ വന്നാലടക്കം നിങ്ങളുടെ കമാൻഡ് തെറ്റാണെന്നാണ് മീനിങ്. ഞാൻ ഇത് കോപ്പി ചെയ്തു എന്ന് കരുതാം. കോമ ഉൾപ്പെടുത്തിയിട്ട് കോപ്പി ചെയ്തിട്ട് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ചു തരാം. Ctrl+V നോക്കി നോക്ക്. ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തപ്പോൾ ആ കോമയും കൂടെ വന്നിട്ടുണ്ട്. കോമയും കൂടെ വന്നുകൊണ്ട് ഇവിടെ ഒന്നുമില്ല. ഞാൻ ആ കോമ ബാക്ക് സ്പേസ് അടിച്ചിട്ട് റിമൂവ് ചെയ്തു. അപ്പോൾ നോക്കി നോക്ക്, ഇവിടെ പോയിൻ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഒരു കുഴപ്പമുണ്ട്. AF എന്നുള്ള രീതിയിലല്ല വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് വേണ്ട പോയിൻ്റ് AF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന പോയിൻറ്റിൻ്റെ ഇമേജാണ്, അതല്ലെങ്കിൽ ഗ്രാഫിലാണ് വരേണ്ടത്. അത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഈ ബി ഒന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ടും ശരിയാവുന്നില്ല, ഗ്രാഫിൽ പോയിൻ്റ് വരുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോഴേ അവരുടെ കോമയല്ല തോന്നുന്നുണ്ട്. ഓക്കെ, ഞാൻ ശരിക്കും ഒരു കോമ ഇട്ട് നോക്കി. ഓക്കെ, ഞാനത് മാറ്റിയിട്ട് കോമ ഇട്ട് നോക്കി. അപ്പോൾ നോക്കി നോക്ക്, കറക്റ്റ് ഗ്രാഫിൽ വന്നില്ലേ. അപ്പോൾ ടൈപ്പ് ചെയ്യണം നല്ലതെന്ന് പറഞ്ഞത് ഇതിനാണ്. നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് A,F. ഇനി B ഈക്വൽ ടു A,F എന്ന് കൊടുത്താലും കുഴപ്പമില്ല, എൻ്റർ അടിക്കുക. ഡിഫോൾട്ടായിട്ട് ആദ്യം എ പിന്നെ ബി, അതങ്ങനെ വരുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല. ഇനി പിയും ക്യൂ ഒക്കെയാണ് പേര് വരേണ്ടതെന്നുണ്ടെങ്കിൽ പി ഈക്വൽ ടു തന്നെ കൊടുക്കണേ, അല്ലെങ്കിൽ എയും ബിയും എന്നൊക്കെ വരും. അപ്പോൾ പ്രൊസീജിയർ തെറ്റിപ്പോകും. ഇനി മൂന്നാമത്തെ പോയിൻ്റ് എന്താ? മൂന്നാമത്തെ പോയിൻറ്റും ഇതുപോലെ സി എന്ന പേര് വരേണ്ടത്. നിങ്ങൾ വെറും 0F എന്ന് ശ്രദ്ധിക്കാട്ടോ. 0,F രണ്ട് ബ്രാക്കറ്റാണിത്. പിന്നെ നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്യുമ്പോൾ അതിന് കോർഡിനേറ്റ്സ് ആകുമ്പോൾ രണ്ട് ബ്രാക്കറ്റ് വേറെയും വേണമല്ലോ, 0ൻ്റെ അപ്പുറത്തും F അപ്പുറത്തും. അതായത് ഫസ്റ്റ് കോർഡിനേറ്റ് 0, സെക്കൻഡ് കോർഡിനേറ്റ് F എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ ഞാനിത് കോപ്പി ചെയ്യണം. ഇത് കോപ്പി ചെയ്യുമ്പോഴുള്ള ഒരു റിസ്ക്കാണ് ഞാൻ പറഞ്ഞത്. അവർ ഉദ്ദേശിക്കുന്ന കോമ ആയിരിക്കില്ല ചിലപ്പോൾ കോപ്പി ചെയ്യുമ്പോൾ വരിക. ഓക്കെ, അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യാൻ മടി കൊണ്ട് തൽക്കാലം കോപ്പി ചെയ്യുന്നു. എന്നിട്ട് അതിൽ എഡിറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക കേട്ടോ, കമാൻഡ് ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ മതി. Ctrl+V കൊടുത്തു. അതിൽ ഞാൻ ഒന്നും കൂടെ ശ്രദ്ധിച്ചു, ലാസ്റ്റ് ഒരു സ്പേസ് ഉണ്ട്, അത് വേണ്ട. പിന്നെ രണ്ട് ബ്രാക്കറ്റ് ലാസ്റ്റ് വേണം, F പിന്നെ മറ്റേതിൻ്റെയും. പിന്നെ നമ്മൾ കോപ്പി ചെയ്തപ്പോൾ കോമയല്ല, സെമി കോളനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് മാറ്റി കോമയാക്കി കൊടുത്തു. പിന്നെ സി അവിടെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. സി ഈക്വൽ ടു കൊടുക്കുകയാണെങ്കിൽ നല്ലത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ സി തന്നെ വരുള്ളൂ. ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ടാസ്ക്, അല്ല മൂന്നാമത്തെ ടാസ്ക്. ഈ 3 പോയിൻറ്റ്സ് A0, AF, 0F കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, എ എന്ന് പറഞ്ഞ പോയിൻ്റ് എക്സ് ആക്സിലും ബി എന്ന പോയിൻ്റ് ഗ്രാഫിലും സി എന്ന പോയിൻ്റ് വൈ ആക്സിസിലും അല്ല വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ്, ഡ്രോ ദ ലൈൻ സെഗ്മെൻറ്റ് AB ആൻഡ് BC യൂസിങ് സെഗ്മെൻറ്റ് ടൂൾ. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് ഫാസ്റ്റായിട്ട് പോവാം. ABയും BCയും വരയ്ക്കാൻ സെഗ്മെൻറ്റ് ടൂൾ എവിടെ? മൂന്നാമത്തെ ടൂൾ ബോക്സിൽ തിരയുക. സെഗ്മെൻറ്റ് ടൂൾ ഉണ്ട്. സെഗ്മെൻറ്റ് ടൂൾ വെച്ചിട്ട് ABയും BC എങ്ങനെ വരയ്ക്കുക? AB വരയ്ക്കാൻ Aയിൽ ക്ലിക്ക് ചെയ്യുക, പിന്നെ Bയിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, AB വരച്ചു. പിന്നെ ഇനി അടുത്ത് BC വരയ്ക്കണമെന്നുണ്ടെങ്കിൽ Bയിൽ ക്ലിക്ക് ചെയ്യുക, Cയിൽ ക്ലിക്ക് ചെയ്യുക. അവർ പറഞ്ഞ പോലെ അതും ചെയ്തു. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഷോ ദ കോർഡിനേറ്റ്സ് ഓഫ് AB ആൻഡ് C. എങ്ങനെയാണ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കോർഡിനേറ്റ്സ് കാണിക്കുക എന്നുള്ളത്.
ഇപ്പോൾ ഇവിടെ സൈഡിലുണ്ട് കേട്ടോ, സൈഡിലുണ്ട്. എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോർഡിനേറ്റ് 10 ആണ്, ബീൻ്റെ കോർഡിനേറ്റ് 11 ആണ്, സീൻ്റെ കോർഡിനേറ്റ് 0. പക്ഷേ നമുക്ക് ഇതിവിടെ കാണിക്കാൻ നേരത്തെ ഇതിനകത്ത് തന്നെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ശ്രദ്ധിക്കുക, മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ റൈറ്റത്തെ സൈഡിലത്തെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ വരും. ആ പോയിന്റിൽ പോയിട്ട് കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി, പോയിന്റിൽ പോയിട്ട് വേണം നിങ്ങൾ ഇത് ഇങ്ങനെ കഴ്സർ വെച്ചിട്ട് വേണം റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം തെളിഞ്ഞ് വരും. അതിൽ തന്നെ ഉണ്ടായിരിക്കും ഷോ ഒബ്ജക്റ്റ്, ഷോ ലേബൽ, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ സെറ്റിങ്സിൽ പോകാം. ഓക്കെ, എന്നിട്ട് ഷോ ഒബ്ജക്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരും. അതിനകത്ത് ഷോ ലേബിൾ എന്നുണ്ടാവും, അതിൽ നെയിം എന്നുള്ള മാത്രമായിരിക്കും. പിന്നെ നിങ്ങൾക്കൊരു ഇങ്ങനൊരു താഴത്തേക്ക് ഒരു അരമാർക്ക് കാണാം. അതായത് നിങ്ങൾക്കിപ്പോൾ അവിടെ എ എന്നതിൻ്റെ ലേബൽ എന്ത് മാത്രമേ ഉള്ളൂ, ലേബലിൽ എ എന്ന് പറഞ്ഞ പേര് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് വേണം, അതിൻ്റെ കറക്റ്റ് കോർഡിനേറ്റ്, അതായത് നെയിമും വാല്യൂയും കൂടെ വേണം. അപ്പോൾ നെയിം ആൻഡ് വാല്യൂ സെലക്ട് ചെയ്ത് ചെയ്യാം. ഓക്കെ, സ്റ്റെപ്പ് ശ്രദ്ധിക്കുക, റൈറ്റ് ക്ലിക്ക്, സെറ്റിങ്സ്, ചിലപ്പോൾ അതിൽ വേറെ എന്തെങ്കിലും അല്ല, ലാസ്റ്റത്തെ ഓപ്ഷൻ ഓർത്താൽ മതി. ഓക്കെ, സെറ്റിങ്സ് തന്നെ. അതിൽ ചിലപ്പോൾ സെറ്റിങ്സ് ആയിരിക്കില്ല കേട്ടോ, നിങ്ങളുടെ ആപ്പ് ഒന്ന് നോക്കി നോക്കൊണ്ടു. എന്തായാലും അതിൽ ബേസിക്കിലായിരിക്കും, ഇതാണ് ബേസിക്. ഓക്കെ, കഴ്സർ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൽ ഷോ ലേബലിൻ്റെ അവിടെ നെയിം ആൻഡ് വാല്യൂ, നെയിം എന്നുള്ളത് നെയിം ആൻഡ് വാല്യൂ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കോർഡിനേറ്റ്സ് ഷോ ചെയ്യാം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ബീൻ്റെ കോർഡിനേറ്റ്സ് ഷോ ചെയ്യാം. സെറ്റിങ്സിൽ പോകുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, വന്നില്ല അല്ലേ. ഇനി അല്ല, പെട്ടെന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിൻഡോ ക്ലോസ് ചെയ്യാതെ തന്നെ ജസ്റ്റ് ബിയിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നില്ലേ, നമ്മുടെ ലൈൻ ടൂൾ, സെഗ്മെൻറ്റ് ടൂൾ പോയിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ടൂളിൽ കൊണ്ടുപോയിട്ട് അത് ഒഴിവാക്കാം. ഇനി ബിയിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ എക്ക് പകരം ബീൻ്റെത് വന്നിട്ടുണ്ട്. നമ്മൾ വെറുതെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സമയം കളയണ്ടെന്ന് മാത്രം. നെയിമിന് പകരം നെയിം ആൻഡ് വാല്യൂ ആക്കി. അപ്പോൾ ബീൻ്റെ കാണാം. ഇനി ഈ വിൻഡോ ക്ലോസ് ചെയ്യാതെ തന്നെ സിയിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നെയിം സി എന്ന് മാറിയിട്ടുണ്ടാവും കേട്ടോ, അവിടെ അത് നെയിം എന്നുള്ളത് നെയിം ആൻഡ് വാല്യൂ ആക്കി കൊടുക്കുക. അപ്പോൾ 3 എണ്ണത്തിൻ്റെയും കോർഡിനേറ്റ്സ് ഷോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്തൊരു മിക്സിങ് കാണാണ്ടല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂവ് ടൂളാണ്. അപ്പോൾ മൂവ് ടൂള് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അതിനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വയ്ക്കാം. ഓക്കെ, നമുക്ക് കാണാൻ പാകത്തിന് അങ്ങനെയൊക്കെ ചെയ്യാം അതിനകത്ത്. ഇനി നമുക്ക് ഈ വിൻഡോ ആവശ്യമില്ല. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കി നോക്കാം. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മാനുവലി നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ, ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്തുകൂടെ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇത് ഫോളോ ചെയ്താൽ മതി. ഷോ ദ കോർഡിനേറ്റ്സ് ഓഫ് എ, ബി ആൻഡ് സി. ഇനി അവർ പറഞ്ഞിട്ടുണ്ട് ഡ്രാഗ് ദ പോയിന്റ് എ അലോങ് ദ എക്സ് ആക്സിസ്. എ എന്ന പോയിന്റിന് എക്സ് ആക്സിലൂടെ നമുക്കൊന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം. എന്താ പറയുക, ഒബ്സർവ് ദ, ഈ ബ്രാക്കറ്റിൽ നോക്കണ്ട കേട്ടോ, സ്ലൈഡർ മൂവ് ചെയ്താലും മതി എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒബ്സർവ് ദ മൂവ്മെൻറ്റ് ഓഫ് സി ഓൺ ദ വൈ ആക്സിസ്. എ മൂവ് ചെയ്തോട്ട് സീൻ്റെ മൂവ്മെൻറ്റ് നോക്കുക. അതായത് എ എന്ന പോയിൻ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. മൂവ് ടൂളിലാണ് ഇപ്പോൾ. അപ്പോൾ സീൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചോട്ടോ. യെസ്, എ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സി മൂവ് ചെയ്യുന്ന മേലേക്ക്. എ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്താലോ, അപ്പോഴും സി മോളിക്ക് തന്നെ. എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കി നോക്കി, ഞാൻ എ എന്ന് 2-ൽ നിർത്തി. സിയിലെ വാല്യൂ എന്താ, 4 ആണ്. എ ഒന്ന് 3-ലേക്ക് കൊണ്ടുപോയി. അയ്യോ, സി കാണാമല്ലോ അല്ലേ, നമുക്ക് സൂം ഔട്ട് ചെയ്താൽ കാണാമായിരുന്നു. ഞാൻ 1-ലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സീൻ്റെ വാല്യൂ 1 തന്നെയാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗ്രാഫ് എന്താ, x² ആണ്. അപ്പം എ ഇൻപുട്ടും സി ഔട്ട്പുട്ടും തരും. അത്രയെങ്കിലും ഓർത്ത് വയ്ക്കുക. എയുടെ എക്സ് വാല്യൂ ഇൻപുട്ട്, സിയുടെ വൈ വാല്യൂ ആണ് ഔട്ട്പുട്ട്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് ബി. നോക്കി നോക്കുക, 1ൻ്റെ ഇമേജ് 1, 2 കൊണ്ടായി കഴിഞ്ഞാൽ 4, 2ൻ്റെ ഇമേജ് 4. അല്ല, ഇതിങ്ങനെ റാഗ് ചെയ്യൽ സുഖമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ലൈഡർ മൂവ് ചെയ്താലും മതി. ഇനി എക്സാക്റ്റ് ആയിട്ട് പെട്ടെന്ന് കിട്ടാൻ ഇൻപുട്ട് ബോക്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. തൽക്കാലം ഇപ്പോൾ ഇവിടെ നിൽക്കട്ടെ. ഒരു കാര്യം, എ മൂവ് ചെയ്യുന്നതനുസരിച്ച് സി മേലേക്ക് പോകും. ആ ഒരു ഒബ്സർവേഷൻ കിട്ടിയല്ലോ. സി വൈ ആക്സിസിൽ മേലേക്ക് പോകുന്നുണ്ട്, ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ മേലേക്ക് തന്നെ പോകുന്നത്. ഓക്കെ, അത് നമ്മുടെ സ്ക്വയർ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ്. ഇത് വെച്ചിട്ട് 2.3ൻ്റെ സ്ക്വയർ ആണ്, -1.8ൻ്റെ സ്ക്വയർ ആണ്, 0.9ൻ്റെ സ്ക്വയർ ആണ്, 2.9ൻ്റെ സ്ക്വയർ ആണ്. നിങ്ങൾ എന്തേ ചെയ്യേണ്ടുള്ളൂ, 2.3ൻ്റെ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാലോ, ഞാൻ പറഞ്ഞല്ലോ എയിലെ എക്സ് വാല്യൂ എന്താണോ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും സിയിൽ കിട്ടുക. അപ്പോൾ 2 കൊടുത്തപ്പോൾ 4 കിട്ടിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് 2.3ൻ്റെ സ്ക്വയർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണ്ടി വരും, എ ഇങ്ങനെ മൂവ് ചെയ്ത് മെല്ലെ മൂവ് ചെയ്താൽ വേറെ വഴികളൊക്കെ ഉണ്ട്. 2.3 കൃത്യം 2.3ൽ വയ്ക്കാൻ പണിയാണ് അല്ലേ. എത്തി, 2.3 എത്തി. 2.3ൻ്റെ സ്ക്വയർ എന്താ, അതെ 5.29 ഇവിടെ ഉണ്ട്. ഇവിടെ 2.3 കൊടുത്തു, ഇവിടെ 5.29 കിട്ടി. അപ്പോൾ 2.3ൻ്റെ സ്ക്വയർ ആയി. ഓക്കെ,
അപ്പോൾ 2.3ൻ്റെ സ്ക്വയർ ആണ്. ഇനി -1.8ൻ്റെ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ മെല്ലെ ഡ്രാഗ് ചെയ്തിട്ട് -1.8ലേക്ക് കൊണ്ടുവരിക. -1ലേക്ക് എത്തി, -1.8ലേക്ക് എത്തിക്കഴിഞ്ഞാൽ മെല്ലെ നിർത്തുക. അതെ, അപ്പോൾ സി വാല്യൂ എന്താ 0.324, അതായത് 3.24 വൈ കോർഡിനേറ്റ്. സീൻ്റെ വൈ കോർഡിനേറ്റ് ആണ് നിങ്ങൾക്ക് ആൻസർ തരിക. നിങ്ങൾ നോക്കിയോ, സ്ലൈഡറിലാണ് നിങ്ങളുടെ -1.8 ആയിരിക്കും. അപ്പോൾ സ്ലൈഡർ മൂവ് ചെയ്താലും മതി എന്ന് ചുരുക്കം. ഓക്കെ, അല്ല ഇത് ഡ്രാഗ് ചെയ്യാൻ അടുത്ത 0.9ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഡ്രാഗ് ചെയ്യാൻ സുഖമെല്ലാം തോന്നിക്കഴിഞ്ഞാലേ അതെ ഈ ടൂള് അല്ലെങ്കിൽ ഈ ഒരു ബട്ടൺ കീ യൂസ് ചെയ്താലും മതി. ആ കീ ഞാൻ പ്രസ് ചെയ്യുന്നുണ്ട്, കണ്ടോ, പതുക്കെ മൂവ് ചെയ്യും. -0.9ലേക്ക് ഞാൻ ഇങ്ങനെ എത്തിക്കാം. ഇതും അടുത്ത വഴിയാണ്. ഇതും അല്ലാതെ ഇൻപുട്ട് ബോക്സ് പറഞ്ഞ വഴിയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് മാർക്ക് ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാനുണ്ടാവും. അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ. എൻ്റെ എക്സ് കോർഡിനേറ്റ് എടുത്താൽ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും സീൻ്റെ വൈ കോർഡിനേറ്റ്. അതാണ് നിങ്ങളുടെ ഒബ്സർവേഷൻ. ഓക്കെ, അതെ, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസാണ് കേട്ടോ. നേരത്തെ സെറ്റിങ്സ് ആണല്ലേ, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ആപ്പിലായതുകൊണ്ടാണ് അല്ലെങ്കിൽ വിൻഡോസിലായതുകൊണ്ടായിരിക്കണം. സെറ്റിങ്സ് അല്ല, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസാണ് നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റുക. എന്നിട്ട് ബേസിക്കലി ഷോ ലേബലിൽ നെയിം ആൻഡ് വാല്യൂ. ഓക്കെ, അതൊക്കെ ബൈ ഹെഡ് പഠിച്ചു വെക്കുക തന്നെ വേണേ, മറന്നു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആക്ടിവിറ്റി 1. കുറച്ച് 4 വാല്യൂസ് ഇമേജ് ആയിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി അടുത്ത വാല്യൂ ഓഫ് ഫങ്ഷൻസ്. വാല്യൂ ഓഫ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ആക്ടിവിറ്റി ചെയ്തത് സേവ് ചെയ്തിട്ട് ആക്ടിവിറ്റി 1.2 ആയിട്ട് സേവ് ചെയ്യാം. നിങ്ങൾ അങ്ങനെ സേവ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊന്നും ആലോചിക്കേണ്ട. ഓക്കെ, പരീക്ഷയ്ക്ക് സേവ് ചെയ്യേണ്ടതൊന്നും ആവശ്യം ഉണ്ടാവില്ല. ടീച്ചർ പറയുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും. ഓക്കെ, ആക്ടിവിറ്റി 1.2 കൊണ്ട് സേവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എങ്ങനെയാണ് അടുത്ത് ചെയ്യാമെന്ന്, അതായത് ഇപ്പോൾ ചെയ്ത വിൻഡോയിൽ തന്നെ ചെയ്യാം. പരീക്ഷയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചറെ വിളിച്ച് കാണിച്ചു കൊടുക്കാനായിരിക്കും പറയേണ്ടാവുക. എന്നിട്ട് അത് സേവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് അടുത്തത് ചെയ്തോളൂ എന്ന് പറയും. അപ്പോൾ ടീച്ചറെ കാണിച്ചു കൊടുത്തിട്ട് മാത്രമേ ക്ലോസ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ പുതിയ തുടങ്ങുകയാണെങ്കിലോ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ചെയ്തത് തന്നെയാണ് ഇനി അടുത്ത ചെയ്യേണ്ടത്. ഇനി അടുത്ത എൻ്റെ ആവശ്യം ഇതാണ് അടുത്ത ടേബിൾ. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തല്ലോ 1.8ൻ്റെ സ്ക്വയർ കണ്ടു, 2.9ൻ്റെ സ്ക്വയർ, അങ്ങനത്തെ ഒക്കെ ചെയ്തു. അപ്പോൾ ഇനി അടുത്ത എനിക്ക് വേണ്ടത് 3⁻⁴ √1.8 ഒക്കെയാണ്. ഇതൊന്നും ആ ഫംഗ്ഷൻ വെച്ചിട്ട് കിട്ടില്ല. അപ്പോൾ എനിക്ക് ഫംഗ്ഷൻ മാറ്റണം. ഇപ്പം നമ്മൾ വരച്ച ഈ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഇതിന് ആപ്ലെറ്റ് എന്നാണ് പറയാം. ഓക്കെ, ജിയോജിബ്രയിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മളൊരു ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്തു എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഈ ആപ്ലെറ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് സ്ക്വയറുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എനിക്ക് ഏതാണോ സ്ക്വയർ വേണ്ടത് അത് സ്ലൈഡറിൽ മാക്സിമം മിനിമം 5 -5 അത് കൊണ്ടുപോയി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് വലിയ വാല്യൂസ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൊണ്ടുപോയി കറക്റ്റ് ചെയ്യാം. ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് സെറ്റിങ്സ്, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും നിങ്ങളിൽ ഉണ്ടാവുക. മാക്സിമം മിനിമം ഇവിടെ കൊണ്ട് എഡിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വലിയ വാല്യൂസ് കൊടുത്തിട്ട് ആ റേഞ്ചിനകത്തുള്ള വാല്യൂസ് ഒക്കെ കൊടുക്കാം. ഓക്കെ, സപ്പോസ് വലിയ വാല്യൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ലൈഡറിൽ പോയിട്ട് മാക്സിമം മിനിമം ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ഇതിൽ സ്ക്വയർ മാത്രമേ നമുക്ക് ഈ ഗ്രാഫ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. റൂട്ടും പറ്റും അതിനെപ്പറ്റി തൽക്കാലം ആലോചിക്കേണ്ട. സ്ക്വയറുകൾ കാണാനാണ് ഈ ഗ്രാഫ് യൂസ് ചെയ്യേണ്ടത്. എനിക്ക് ക്യൂബുകൾ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഫസ്റ്റ് മുതൽ f(x) = x² പകരം നമ്മൾ ഫസ്റ്റ് ചെയ്ത ആക്ടിവിറ്റി സ്ക്വയർ ഫംഗ്ഷൻ വരയ്ക്കാൻ തരുന്നില്ലേ, x² പകരം x³ വരച്ചു. എന്നിട്ട് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു, എയും ബിയും സിയും മാർക്ക് ചെയ്തു. എന്നിട്ട് സെഗ്മെൻറ്റുകൾ വെച്ചിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മളിങ്ങനെ നീക്കി നോക്കി എന്നിട്ടാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഒരു എളുപ്പവഴിയുണ്ട്. ഫംഗ്ഷൻ മാത്രം, ബാക്കിയൊന്നും മാറാതെ ഫംഗ്ഷൻ മാത്രം മാറ്റണമെങ്കിലോ, അതിനാണ് നമ്മുടെ ഇൻപുട്ട് ബോക്സ്. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യാം? എനിക്കിപ്പം അടുത്തത് കാണേണ്ടത് അവർ പറഞ്ഞിട്ടുണ്ട്. ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ഫംഗ്ഷൻ മാറാതെ ഫംഗ്ഷൻ മാറ്റാൻ പറ്റും. ഇപ്പോൾ എനിക്ക് 3:1/3 കാണണം കരുതാം. പോട്ടെ, നമുക്ക് ക്യൂബായിട്ട് കരുതാം. എനിക്ക് 3³ കാണണം കരുതാം. ഗ്രാഫ് മാറ്റണ്ടേ? അപ്പോൾ ഞാൻ 3³ കാണുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഏതെടുക്കണം എന്ന് ആലോചിക്കാം. അങ്ങനെ തന്നെ ആലോചിക്കണം പരീക്ഷയ്ക്ക്. ഇപ്പോൾ എനിക്ക് 3³ കാണുന്നുണ്ടെങ്കിൽ x² x³ എടുത്തിട്ട് അതിൽ 3 കൊടുത്താൽ നടക്കും. അപ്പോൾ ഫംഗ്ഷൻ മാറ്റണം. അതിന് നമ്മൾ ഇതാണ് ഇൻപുട്ട് ബോക്സ്. ശ്രദ്ധിച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻപുട്ട് ബോക്സ് തന്നെ ടൂൾ സെലക്ട് ചെയ്യുന്നു. സ്ലൈഡർ പോലെ തന്നെ എവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നത് അവിടെയാണ് വരിക. അപ്പോൾ ഇവിടെ കുറച്ച് മാറിയിട്ട് ക്ലിക്ക് ചെയ്തു. ഇൻപുട്ട് ബോക്സിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. നമ്മൾ ഇൻപുട്ട് ബോക്സിന് പേര് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ക്യാപ്ഷൻ കേട്ടോ. അത് ചിലപ്പോൾ എന്നല്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും എന്ത് പേര് കൊടുക്കണമെന്ന്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻപുട്ട് ബോക്സിന് F എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് F തന്നെ കൊടുക്കാം. ഫംഗ്ഷനല്ലേ നമ്മൾ മാറ്റുന്നത്. അപ്പോൾ നമുക്ക് F എന്ന് കൊടുത്തു. G ആയി പോയില്ലേ. ഓക്കെ,
ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ഇതാണ് തെറ്റിക്കാതെ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്താണോ മാറ്റേണ്ടത് ശ്രദ്ധിച്ചോ, എന്താണോ മാറ്റേണ്ടത് അതായിരിക്കണം ലിങ്ക്ഡ് ഒബ്ജക്റ്റ്. നിങ്ങൾക്ക് ഇതിൽ എന്താ ഈ 5 ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ, ഏതാണ് മാറ്റേണ്ടതെന്ന് ആലോചിക്കുക. ഫംഗ്ഷൻ അല്ലേ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന ഫംഗ്ഷൻ അല്ലേ മാറ്റേണ്ടത്, അത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഒക്കെ തെറ്റിപ്പോവും. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ദേ സക്സസ്ഫുള്ളി നമ്മളൊരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ് സ്ക്വയർ എന്ന അതിൽ ഇപ്പോൾ ഉള്ളത് അതിൽ കാണിക്കുന്നുണ്ടാവും. നമുക്കത് മാറ്റിയിട്ട് എന്താക്കണം, മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പാകത്തിനാക്കി വയ്ക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ അല്ലേ, ഒന്ന് ബാക്കിലേക്ക് അടിക്കുക. അപ്പോൾ ഇത് വിൻഡോസ് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരും. മുകളിലാണ് ചെറിയ ഇതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവും. പക്ഷെ അല്ല, നിങ്ങൾക്ക് എക്സ് സ്ക്വയർ മാറ്റുന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ എക്സ് മേലേക്കുള്ള ആ ഒരു ആരോ മാർക്ക്. ഇപ്പോൾ അത് വിൻഡോസിൽ ആരോ മാർക്ക് നിങ്ങൾ ഷിഫ്റ്റ് 6ൻ്റെ മുകളിലുള്ള അത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വന്നോളണമെന്നില്ല. ഓക്കെ, ഇതൊന്നും ഇങ്ങനൊരു കീബോർഡൊന്നും അതിൽ വരില്ല കേട്ടോ നിങ്ങളുടെ സ്കൂളിലതിൽ. അപ്പോൾ എക്സ് സ്ക്വയർ എന്നുള്ളത് എക്സ് ക്യൂബ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ കൊടുത്താൽ വലിയ ചേഞ്ച് ഉണ്ടാവും, നമ്മുടെ ഗ്രാഫ് മാറി. ഓക്കെ, വേറെ ഒന്നും മാറിയില്ല, ഗ്രാഫ് മാത്രം മാറി. സോ നമുക്ക് ഇനി ഇതിൽ നിന്ന് വാല്യൂ ചെക്ക് ചെയ്താൽ മാത്രം മതി. 3 ക്യൂബ് അല്ലേ നിങ്ങൾക്ക് വേണ്ടത്, അപ്പോൾ ഈ എല്ലാം മൂവ് ചെയ്തിട്ടേ. പക്ഷേ ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു അപകടമുണ്ട്. എന്താ, ഓക്കെ കുഴപ്പമില്ല, ഇതിൽ പ്രശ്നമില്ല, ഇൻപുട്ട് ബോക്സ് വരുമായിരുന്നു. ഓക്കെ, ഇത് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി മൂവ് ടൂളിലേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻപുട്ട് ബോക്സ് വീണ്ടും ചോദിക്കുമായിരുന്നു. ഇൻപുട്ട് ബോക്സിൽ നിന്ന് മാറിയിട്ട് മൂവ് ടൂളിലേക്ക് പോയിട്ടുണ്ട്. സോ നമുക്കിനി മൂവ് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ താഴത്തെ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യാമെന്ന്, അത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം. 3ൽ എത്തണ വരെ മൂവ് ചെയ്യാം. എയുടെ വാല്യൂ 3ൽ എത്തണ വരെ മൂവ് ചെയ്യുക. ഓക്കെ ഓക്കെ, കറക്റ്റ് 3 ആവുന്നു കേട്ടോ. ശരി, ഇത് നമ്മുടെ മൗസിൽ നമ്മളത് റോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സൂമിനും സൂം ഔട്ടാക്കി മാറ്റാൻ പറ്റും. മുന്നോട്ട് ഇതിൽ കൊണ്ടുവരാം, കഴ്സർ ഈ ഒരു ഗ്രാഫിക്സ് വ്യൂവിൽ കൊണ്ടുവരിക. എന്നിട്ട് മുന്നോട്ട് ആക്കി കഴിഞ്ഞാൽ സൂം ഇന്നാണ് ആവുക. ബാക്കിലേക്ക് ആക്കി കഴിഞ്ഞാൽ, ഇത് ബേസിക്സ് അറിയാത്ത ലാപ്പ് ആദ്യം യൂസ് ചെയ്ത് പരിചയമില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ബാക്കിലേക്ക് ആക്കി കഴിഞ്ഞാൽ സൂം ഔട്ട് ആയിക്കോളും. ഇപ്പോൾ നമുക്കെല്ലാം കാണാം. അല്ലാതെ ഇതിൽ ചെയ്യാം കേട്ടോ, സൂം ഔട്ടും സൂമിനും ചെയ്യാം. അപ്പോൾ 3ൻ്റെ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 3 ക്യൂബ് 27 ആണെന്ന് കിട്ടിയല്ലോ. അത് നോട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് 3 ക്യൂബ് അല്ല ചോദിച്ചിരിക്കണം. ഇനി അവർ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസായി ചോദിച്ചിരിക്കണം എന്നൊക്കെ നോക്കി വെക്കാം. അപ്പോൾ നമ്മളിത് ചെയ്തു. ഇൻപുട്ട് ബോക്സ് സ്ലൈഡറിനും കൂടെ ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ചിലർക്ക് ഇപ്പോൾ ഇതിലേക്ക് പോവാം. 3:1/3 ആണ് വേണ്ടതെന്ന് കരുതാം. എന്നിട്ട് അടുത്ത് പറയാം. 3:1/3 ആണ് വേണ്ടതെന്ന് കരുതാം. ഓക്കെ, ഞാനപ്പോൾ അതിൽ എക്സ് ക്യൂബ് എടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതിന് ഏതായിരിക്കും ഫംഗ്ഷൻ വേണ്ടി വരുന്ന ആലോചിക്കാം. 3:1/3 ആണ് വേണ്ട കേട്ടോ. ഞാൻ സ്ലൈഡർ എല്ലാം ഒന്ന് വേറെ പൊസിഷനിലേക്ക് വെച്ചിട്ടുണ്ട്. 3:1/3 വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യുന്ന നല്ലോണം ശ്രദ്ധിച്ചോ. x⁻⁴ എക്സിന് 3 എന്ന് കൊടുത്താലല്ലേ 3:1/3 ആയി മാറുക. അപ്പോൾ ഫംഗ്ഷൻ നമ്മൾ മാറ്റേണ്ടത് ശ്രദ്ധിച്ചോ. എക്സ് ഓക്കെ പവർ x⁻⁴ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, പവറിൻ്റെ അരമാർക്ക് ഇതിൽ വന്നിട്ടില്ല കേട്ടോ. പക്ഷേ മുകളിലേക്ക് കഴ്സർ പോയിട്ടുണ്ട്. (1/3) എന്നല്ലേ, വെറുതെ 1/3 കൊടുത്തു കഴിഞ്ഞാൽ തെറ്റിപ്പോവും. 1/3 ഒരുമിച്ച് മുകളിൽ വരണം എന്നുള്ളതിൻ്റെ മീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യണം. ഷിഫ്റ്റ് 9 ടൈപ്പ് ചെയ്താൽ തന്നെ 2 ബ്രാക്കറ്റ് ഒരുമിച്ച് വരും. ഓക്കെ, ഇനി 1/3 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 1/3 ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 1/3 അപ്പോഴേ 1/3 ആവുള്ളൂ. ഓക്കെ, നൈസായി പാളിയിട്ടുണ്ട്. 1/3 ആയില്ല. അത് വേറെ ഒന്നല്ല, ഞാൻ ഷിഫ്റ്റ് അമർത്തിയിട്ടാണ്. ആ സ്ലാഷിന് ഷിഫ്റ്റ് വേണ്ട, അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ മാർക്ക് വന്നത്. 1/3 ഓക്കെ ശരി, കണ്ടോ x⁻⁴ വന്നു. എൻ്റർ കൊടുക്കുക. സോ ഗ്രാഫ് വന്നു, x⁻⁴ എന്നുള്ളത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലൈഡർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര 3:1/3 അല്ലേ ഉണ്ട്. അപ്പോൾ സ്ലൈഡർ ഇങ്ങനെ മൂവ് ചെയ്ത് 3ലേക്ക് എത്തിക്കണം. ഒരു എളുപ്പവഴിയുണ്ട്. അടുത്ത സ്ലൈഡറിൽ കറക്റ്റ് ആ 3ലേക്ക് എത്താനുള്ള ഒരു എളുപ്പവഴിയുണ്ട്. അപ്പോൾ -1.25 അല്ലേ, നമുക്ക് എന്താ വേണ്ടത്, കറക്റ്റ് 3ലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ സ്ലൈഡറിനും ഇൻപുട്ട് ബോക്സ് അവരത് പറഞ്ഞിട്ടുണ്ട്. സ്ലൈഡറിന് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ 3 എന്ന് കൊടുത്താൽ മതി. ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ്. അതിൽ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കണ്ടുപിടിക്കാൻ തെറ്റൊന്നുമില്ല. പക്ഷേ പരീക്ഷയ്ക്ക് പ്രത്യേകം സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ബോക്സ് ടൂൾ ബോക്സിൽ പോവുക. ഈ ഡ്രാഗ് ചെയ്യൽ പണി എളുപ്പമാക്കാൻ ഇൻപുട്ട് ബോക്സിൽ പോവുക. ജസ്റ്റ്
ഇവിടെയാണ് നിങ്ങളുടെ ഇൻപുട്ട് ബോക്സ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ ഇൻപുട്ട് ബോക്സ്. ക്യാപ്ഷൻ നമുക്ക് സ്ലൈഡർ അല്ലേ, സ്ലൈഡറിൻ്റെ പേരെന്താ? എ ആണ്. അപ്പോൾ എ തന്നെ ഇരുന്നോട്ടെ, ഇതിലൊരു പേരിടുക. ഇനി ഒന്ന് ആലോചിക്കുക, ഇതിലേതിനാണ് നിങ്ങൾ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്? ഫംഗ്ഷൻ അല്ല, ഫംഗ്ഷൻ ഓൾറെഡി ഇൻപുട്ട് ബോക്സ് ഉണ്ട്. എ ഈക്വൽ ടു -1.2 കണ്ടോ, സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലൈഡറിൻ്റെ പേരാണ്. ഇതാണ്. മറ്റേത് മൂന്നും വെറുതെ 3 പോയിൻറ്റ്സായി, എ ബി സി പറഞ്ഞാൽ. സ്ലൈഡർ എ ഈക്വൽ ടു മൈനസ്, കാരണം ഇപ്പോഴുള്ള വാല്യൂ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾക്ക്, സ്ലൈഡറാണ് നമുക്ക് മാറ്റേണ്ടത്. സോ അത് ലിങ്ക്ഡ് ഒബ്ജക്റ്റ് മാറരുതേ, സെലക്ട് ചെയ്തു. ഇനി എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് 3⁻1/3 കാണണം എഴുതാം. ആ -1.25 ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചിട്ട് 3 കൊടുത്ത് എൻ്റർ കൊടുത്താൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടടുത്ത് സ്ലൈഡർ കൃത്യമായി പോയി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സൂം ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കി നോക്ക്, എയുടെ പൊസിഷൻ 3-ലല്ലേ, കറക്റ്റ് 3-ലാണ്. സിയുടേത് 1.44 ആണ്, അതായത് 3⁻1/3 ഈക്വൽ ടു 1.44. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ഇനി അടുത്തത് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. ഇത് ഞാനിങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ടൈം കൺസ്യൂമിങ് ആണ്. അടുത്ത √1.8 വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ആലോചിക്കുക ഏത് ഫംഗ്ഷൻ വേണമെന്നുള്ളത്. √1.8 √x വേണ്ടേ? അപ്പോൾ √xന് പകരം ആദ്യം ഫംഗ്ഷൻ മാറ്റി കൊടുക്കുക, പിന്നെ അതിൽ വാല്യൂ മാറ്റി കൊടുക്കുക. x⁻1/3ക്ക് പകരം എന്താണ് വേണ്ടത്? x⁻1/2 എന്ന് ടൈപ്പ് ചെയ്താലും വരും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. √xന് ടൈപ്പ് ചെയ്യാൻ പഠിക്കുക. എന്തായിരുന്നു? SQRT. ബേസിക് കൺസെപ്റ്റ്സിൽ ഞാൻ പറഞ്ഞു. ബ്രാക്കറ്റ് കൊടുത്തപ്പോൾ തന്നെ ആ റൂട്ട് ചിഹ്നം വന്നത്. വിൻഡോസിലേ നടക്കുള്ളൂ, അല്ലെങ്കിൽ SQRT ബ്രാക്കറ്റ് എന്നേ ഉണ്ടാവുള്ളൂ. SQRT ബ്രാക്കറ്റിൽ x, അപ്പോൾ √x. ഗ്രാഫ് മാറി, ഗ്രാഫ് മാത്രമേ മാറിയുള്ളൂ, വേറെ ഒന്നും മാറിയില്ല. എയും ബിയും സിയും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. ഇനി √1.8 അല്ലേ, അപ്പോൾ സ്ലൈഡർ നീക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്ലൈഡറിൻ്റെ ഇൻപുട്ട് ബോക്സിൽ 1.8 ടൈപ്പ് ചെയ്ത് കൊടുത്തു, എൻ്റർ കൊടുത്തു. അപ്പോൾ 1.8 ആയി. എൻ്റെ കോർഡിനേറ്റ്, സിൻ്റെ കോർഡിനേറ്റ് 1.34 ആയി. അപ്പോൾ √1.8 ഈക്വൽ ടു 1.34. ഇങ്ങനെ വേണം ചെയ്യാൻ. ഓക്കെ, അപ്പം അടുത്തത് നിങ്ങൾ 2⁻2/3 ആണ്. അതെന്താക്കുക, x⁻2/3 എന്ന് ഫംഗ്ഷൻ മാറ്റി കൊടുക്കുക. എന്നിട്ട് അതിൽ സ്ലൈഡറിൻ്റെ വാല്യൂ 2 എന്ന് കൊടുക്കുക. 3⁻1/3 ചെയ്ത പോലെ തന്നെ x⁻2/3 എന്ന് ഫംഗ്ഷൻ മാറ്റുക. ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കും. ഇനി √5 അതൊക്കെ ഞാൻ കാണിച്ചു തരാം. √5 കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ഫംഗ്ഷൻ കൊടുക്കണം? √5 ഇതിപ്പോൾ വെറും √x ഒരു റൂട്ട്, പിന്നെ അതിനകത്ത് റൂട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം SQRT ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് കൊടുക്കുക, അതിനകത്തും SQRT ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ബ്രാക്കറ്റ് കൊടുക്കുക. ഇത് കണ്ടോ, 2 റൂട്ട് വന്നു. എന്നിട്ട് x കൊടുക്കുക. ഞാൻ പറഞ്ഞു വിൻഡോസിൽ ഇതിങ്ങനെ SQRT ബ്രാക്കറ്റ് കൊടുക്കുമ്പോൾ റൂട്ടിൻ്റെ സിമ്പൽ വരുള്ളൂ. മറ്റേത് SQRT ടൈപ്പ് ചെയ്ത് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ √x ആക്കി ഫംഗ്ഷൻ മാറ്റി. √1.5 എന്തായിരുന്നു ക്വസ്റ്റ്യൻ? മറന്നുപോയി. √5 അല്ലേ? അപ്പോൾ √5 ആക്കാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ബോക്സിൽ ഫംഗ്ഷൻ √x തന്നെ വേണം. പലരും √5 അതിൽ പോയി കൊടുക്കാറുണ്ട്, ചെയ്യരുത്. സ്ലൈഡറിൻ്റെ ഇൻപുട്ട് ബോക്സിൽ 5 എന്ന് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ ഗ്രാഫിൽ എയുടെ വാല്യൂ 5, എയുടെ കോർഡിനേറ്റ് 5 ആയിട്ടുണ്ടാവും, സിയുടെ y കോർഡിനേറ്റ് 1.5 ആയിട്ടുണ്ടാവും. √5 1.5. ഓക്കെ, ഇനി അടുത്തത് ഇത് നിങ്ങൾക്ക് മനഃപൂർവ്വം പണി തരുന്നതാണ്. 3.46 -3/2. അപ്പോൾ -3/2 ആണ്. x⁻3/2 എന്ന് കൊടുക്കുക. എന്നിട്ട് എക്സിൻ്റെ വാല്യൂ 3.46 എന്ന് കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ x⁻3/2 ടൈപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ബ്രാക്കറ്റ് കൊടുക്കേണ്ട പോലെ കൊടുക്കന്നെ വേണം. എക്സ് ടൈപ്പ് ചെയ്തു, ⁻2ന് 6ൻ്റെ മുകളിലത്തെ ടൈപ്പ് ചെയ്തു. -3/2 വരണമെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റ് മസ്റ്റാണ്. ബ്രാക്കറ്റ് ഇട്ടു, മൈനസ് കൊടുത്തു. ഇനി 3/2 കൊടുക്കുമ്പോൾ ബ്രാക്കറ്റ് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. 3/ കൊടുത്തിട്ട് 3/2 എൻ്റർ കൊടുത്തു. x⁻3/2 അതിനകത്ത് 3.46ൻ്റെ അല്ലേ വേണ്ടത്. അപ്പോൾ 3.46 സ്ലൈഡറിൽ 3.36 ആണ്. ഓക്കെ, ഇനി സൂം ചെയ്യാം, വാല്യൂ ചെക്ക് ചെയ്യാം. അപ്പോൾ ആ ഫങ്ഷൻ വൃത്തിയായി ടൈപ്പ് ചെയ്യാനാണ് അറിയേണ്ടത്. 3.46ൻ്റെത് 0.16 ആണെന്ന് അതിലുണ്ട്. ഓക്കെ, ഇനി ബീൻ്റെ y കോർഡിനേറ്റ് നോക്കിയാലും മതി കേട്ടോ, അതിന് സീൻ്റെ y കോർഡിനേറ്റ്. അപ്പോൾ ഇതാണ് സംഭവം. ഇങ്ങനെയാണ് ഈ ടേബിൾ ഫില്ല് ചെയ്യേണ്ടത്. ഇനി അവർ ചോദിച്ചിട്ടുണ്ടത് ഒരു ചെറിയൊരു ആക്ടിവിറ്റിയും കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. f(x) 1/x ആക്കി മാറ്റിയിട്ട് ഒബ്സർവേഷൻ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ f(x) = box x ആക്കുമ്പോഴും എന്താണ് വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഞാൻ
ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. 1/x ആക്കുമ്പോൾ എന്താ വ്യത്യാസം ഉണ്ടാവണമെന്നുള്ളത്. ഫംഗ്ഷൻ ഞാൻ 1/x ആക്കി കൊടുത്തിട്ടുണ്ട്. എൻ്റർ കൊടുത്തു. ഗ്രാഫ് നമുക്കറിയാം ഈ രീതിയിലാണ് വരിക. സൂം ഔട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് അതെ ഇങ്ങനെയാണ് വരിക. ഓക്കെ, എന്താണ് ഫങ്ഷൻ അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുമ്പോൾ വ്യത്യാസം നോക്കി നോക്കാം. നിങ്ങൾ മൂവ് ചെയ്യേണ്ടത് എ ആണ് കേട്ടോ. നമ്മൾ സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് സി മൂവ് ചെയ്യുന്നത്. എ സീറോൻ്റെ അടുത്തോട്ട് വരുന്തോറും സി മേലേക്കാണ് പോകുന്നത്. നോക്കിയോ, അതാണ് എ ഒറിജിനലിലേക്ക് വരുന്തോറും സി മേലേക്ക് പോകുന്നു. അതാണ് ഒബ്സർവേഷൻ. ഇനി ലെഫ്റ്റിൽ നിന്നാണെന്നുണ്ടെങ്കിലും ലെഫ്റ്റിൽ നിന്ന് എ ഒറിജിനലിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ. ഓക്കെ, സി എങ്ങോട്ടാണ് പോകുന്നത്? താഴോട്ടാണ്. ലെഫ്റ്റിൽ നിന്ന് എ ഒറിജിനലിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എയുടെ മൂവ്മെൻറ്റ് നോക്കിയാൽ മതി. സി താഴോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക. ഓക്കെ, സി പെട്ടെന്ന് താഴത്തേക്ക് പോയി. വേണമെങ്കിൽ സൂം ഔട്ട് ചെയ്തിട്ടൊന്നും കാണിക്കാം. സൂം ചെയ്യാതെ ഏതല്ലേ. ഓക്കെ, ശ്രദ്ധിച്ചോ, സിയുടെ മൂവ്മെൻറ്റാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ മാക്സിമം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. എക്ക് 5 - 5. അപ്പോൾ ഞാൻ എ അടുത്തോട്ട് കൊണ്ടുവരുന്നതോറും ഇത് ഇൻക്രിമെൻറ്റ് 0.01 ആണ്. അതുകൊണ്ടൊന്നും പെട്ടെന്ന് കാണാതെ. ഇത്രയേ ഉള്ളൂ കാര്യം. എ ലെഫ്റ്റിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ സി കുത്തനെ താഴോട്ട് പോകും, റൈറ്റിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ സി കുത്തനെ മേലോട്ടും പോകും. ഓക്കെ, സൂം ഇൻ ചെയ്തിട്ട് തന്നെ വേണം, എന്നാലേ പെട്ടെന്ന് കത്തുള്ളൂ. നമുക്കൊന്ന് ഇത് മൊത്തത്തിലൊന്ന് മൂവ് ചെയ്യാം. ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. ഓക്കെ, റൈറ്റിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ മേലോട്ട് പോവും, ലെഫ്റ്റിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ സി താഴോട്ടും പോവും. അത്ര മതി. അപ്പോൾ ഈ ഒബ്സർവേഷൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതി കൊടുക്കേണ്ടി വരും. ഞാനത് ആൻസർ കീ വെച്ചിട്ട് കഴിഞ്ഞുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരാം. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും എ അപ്രോച്ച് ചെയ്യുമ്പോൾ സിയുടെ മൂവ്മെൻറ്റ് നമ്മൾ കണ്ടു. ലെഫ്റ്റിൽ നിന്ന് വരുമ്പോൾ സി താഴോട്ട് പോരും, റൈറ്റിൽ നിന്ന് വരുമ്പോൾ സി മേലേക്ക് പോകും. അതുപോലെ തന്നെ f(x) ബോക്സ് എക്സ് വരുത്താൻ നമുക്കറിയാലോ. ടൈപ്പ് ചെയ്യേണ്ടത് എന്തായിരുന്നു? ഫ്ലോർ-x ആണ്. ഫ്ലോർ-x എൻ്റർ കൊടുത്തു. ഓക്കെ, ഇതേ കണ്ടോ ഗ്രാഫ് വന്നിട്ടുണ്ട്. സ്റ്റെപ്പായിട്ട് ഇവിടെ നമുക്ക് എ ഒന്ന് മാറ്റി വെക്കാം. എന്താ ചേഞ്ച് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മൂവ് ടൂൾ എടുത്തിട്ട് വേണേ. മൂവ് ടൂളിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇയാളെ നീക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എന്ന പോയിൻ്റ് അവിടെ ഉണ്ട്, പക്ഷേ ഇവിടെ ഒന്നും കാണാനില്ല. അതേ കിടക്കും കേട്ടോ. എ മൂവ് ചെയ്യുന്തോറും സിക്ക് എന്താ ഉണ്ടാവുന്നത്? സി പെട്ടെന്ന് ചാടി പോകുന്നത്. സി മാത്രം നോക്കിയാൽ മതി. ഞാൻ എ മൂവ് ചെയ്തോളാം, നിങ്ങൾ സി മാത്രം നോക്കിയാൽ മതി. സിക്ക് എന്താ ചെയ്തിട്ടുണ്ടാവുന്നത്? സി ചാടി പോവുക. അതായത് സി ഇൻറ്റിജർ വാല്യൂസ് മാത്രമേ എടുക്കുകയുള്ളൂ. സിക്ക് ഇൻറ്റിജർ വാല്യൂ മാത്രമേ വരുള്ളൂ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനാണ്, അതുകൊണ്ടാണത്. അതായത് എ മൂവ് ചെയ്യുന്നതോറും സിയുടെ മൂവ്മെൻറ്റ് ഇൻറ്റിജർ വാല്യൂസിലൂടെ മാത്രമാണ് ജമ്പ് ചെയ്താണ് പോകുന്നത്. ഒബ്സർവേഷൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു ലോജിക്കൽ സെൻറ്റൻസ് എഴുതാം. സീൻ്റെ മൂവ്മെൻറ്റ് ഇൻറ്റിജർ പോയിൻറ്റ്സിലൂടെ മാത്രമാണ്. ഓക്കെ, ജമ്പ് ചെയ്തിട്ടാണ് മൂവ്മെൻറ്റ്, അങ്ങനെയൊക്കെ എഴുതാം. പിന്നെ റൗണ്ടിങ്, ഇപ്പോൾ നമുക്കിതിൻ്റെയൊക്കെ ആൻസർ കിട്ടിയത് ഇപ്പോൾ റൂട്ട് 5 എന്നൊക്കെ നമുക്ക് കിട്ടിയത് എന്തോ 1.5 അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ 2 ഡെസിമൽ പോയിൻ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ആപ്പിലേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓപ്ഷൻസ് പറഞ്ഞൊരു സെറ്റ് ഇത് അതിന് മുകളിലുണ്ടാവും. ആ മെനു ബാർ മുകളിലുണ്ടാവും. അതിൽ ഓപ്ഷൻസിൽ പോവുക, റൗണ്ടിങ്ങിൽ പോവുക, എത്ര പൊസിഷനിലാണ് വേണ്ടത് അതിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ രണ്ടാമത്തെ ആക്ടിവിറ്റി. നിങ്ങളിപ്പോൾ ആകെ എന്തേ ചെയ്തുള്ളൂ? ഇങ്ങനൊരു ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്തു, അതിന് വാല്യൂസ് കണ്ടുപിടിക്കാൻ പഠിച്ചു, ഫംഗ്ഷൻ മാറ്റിയിട്ട് കുറേ വാല്യൂസ് കണ്ടുപിടിക്കാൻ പഠിച്ചു, 2 സ്പെഷ്യൽ ഫംഗ്ഷൻസിന് എന്താ സംഭവിക്കണമെന്ന് നോക്കി. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് 2 ആക്ടിവിറ്റി. അടുത്തത് ഇതിലേറെ സിമ്പിളാണ്, ഫംഗ്ഷൻ മെഷീൻ. ഇത് നിങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട, ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച അങ്ങനെ ഒരു വർക്ക് ചെയ്യണ മെഷീൻ കണ്ടോ. നമ്മൾ അരി പഠിപ്പിക്കണ മില്ലിൽ അരി പഠിപ്പിക്കണ മെഷീൻ പോലെയല്ലേ, അതുപോലെ ഒരു മെഷീനായിട്ട് ഫംഗ്ഷൻ മെഷീൻ തന്നിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ വാല്യൂസ് കൊടുത്തിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അതിന് നിങ്ങൾ ആപ്ലെറ്റ് വേണ്ടി വരും ഓൾറെഡി ഉള്ളത്. അത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാന്നുണ്ടെങ്കിൽ ആപ്ലെറ്റ് കിട്ടാൻ ഒരു പണിയില്ല. നിങ്ങളുടെ ഈ മാനുവലിൽ തുടക്കത്തിലുണ്ടാവും ആപ്ലെറ്റുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക്. ഈ വേണ്ടോ, റെഡിമെയ്ഡ് ആപ്ലെറ്റ്സ് ഫോർ ലാബ് ആക്ടിവിറ്റീസ്, ക്ലിക്ക് ദ ഇത് ലിങ്കാണ്. ഈ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ അത് പേടിക്കാനൊന്നുമില്ല, അത് ഗവൺമെൻറ് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഞാൻ ആപ്ലെറ്റ് ഷെയർ ചെയ്ത് തരാം. എന്തായാലും ആ ആപ്ലെറ്റ് വെച്ചിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. എന്താണ് ആപ്ലെറ്റ് ഞാൻ കാണിച്ചു തരാം. അതെ, ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഞാനിത് സിസ്റ്റത്തിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ
ആപ്ലെറ്റ് എനിക്ക് ജിയോജിബ്രയിൽ മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇങ്ങനെ ആപ്ലെറ്റ് തരും. അതിൽ വർക്ക് ചെയ്യാൻ എന്ത് ചെയ്യേണ്ടുള്ളൂ, അതിൽ ഇതായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലരും. ഇത് ഇങ്ങനെ ഒരു മെഷീൻ പോലെ ഉണ്ടായിരിക്കും, നമ്മുടെ ഫംഗ്ഷനാണെന്ന് കരുതാം. ഈ പച്ച ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാം, ഗ്രീന് മെഷീൻ വർക്കായി തുടങ്ങും. റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ നിർത്താൻ വേണ്ടിയിട്ട്, ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുതൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ, 3 സ്വിച്ചുകളുണ്ടാവും. ഇനി ഇവിടെ ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ്റെ ഇതുണ്ട്, ഫംഗ്ഷൻ ഇൻപുട്ട് ബോക്സ് ഉണ്ടാവും. X² ഇപ്പോൾ ഉള്ളത്, അത് എഡിറ്റ് ചെയ്യാവുന്ന ബോക്സാണ് കേട്ടോ. ഇൻപുട്ട് വാല്യൂ ഇൻപുട്ട് ചെയ്യാനുള്ളത് ഉണ്ടായിരിക്കും. ഓക്കെ, ടെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 എന്നത് ഇപ്പോൾ ടെക്സ്റ്റാണ്. അപ്പോൾ അത് കാണിക്കുമോ ഇല്ല എന്നുള്ള അറിയാൻ ഈ ടിക്ക് ബോക്സ് നിങ്ങൾ പറഞ്ഞ ഈ ആകെ നിങ്ങൾ ഇതിനകത്തേ ചെയ്യേണ്ടുള്ളൂ. ഈ ഫംഗ്ഷന് ഇൻപുട്ട് ഇത് മാത്രമേ നിങ്ങൾ നോക്കണ്ടുള്ളൂ, വേറെ ഒന്നും നോക്കണ്ട. ഓക്കെ, ഇപ്പോൾ ഇതെങ്ങനെ വർക്കാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ X² ആണ് 3 ആണ്, ജസ്റ്റ് ഈ പച്ച ക്ലിക്ക് ചെയ്തു നിർത്താം. നമുക്കിതിവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഈ 3 ഇങ്ങനെ വന്ന് ഈ പാത്രത്തേക്ക് ചാടും. നമ്മൾ അരി പൊടിപ്പിക്കുന്ന മെഷീൻ തന്നെ 3 ഇങ്ങനെ വന്ന് ഇതിലേക്ക് ചാടും. ഇത് കുറച്ച് നേരം ഇങ്ങനെ കറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ അത് കൂടെ പുറത്തേക്ക് ആര് വരും, 9 വരും. നിങ്ങൾ എന്തുകൊണ്ട് 9 വന്ന് 3ൻ്റെ സ്ക്വയറാണ്. ഇനി 4 ഇട്ട് വെക്കുക. ഇവിടെ ഇൻപുട്ട് എഡിറ്റ് ചെയ്തിട്ട് 4 ആക്കി വെക്കുക. അപ്പോൾ എന്നിട്ട് പച്ച ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ വന്ന് ഇതിലേക്ക് വീഴും. എന്നിട്ട് ഇത് പുറത്തേക്ക് 16 വരും. അപ്പോൾ നിങ്ങളിതിൽ ഏത് വാല്യൂ വേണമെങ്കിലും ഇട്ട് നോക്കിക്കോ, അതിൻ്റെ സ്ക്വയറുകൾ ഇങ്ങനെ പുറത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് പരിപാടി. നിങ്ങൾക്ക് ക്യൂബ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫംഗ്ഷൻ മാറ്റി കൊടുക്കുക. ഫംഗ്ഷൻ X² എന്നുള്ള X³ ആക്കി ടൈപ്പ് ചെയ്യാൻ അറിയാമല്ലോ. ടൈപ്പ് ചെയ്തിട്ട് എന്നിട്ട് ഇൻപുട്ട് ഓരോന്നിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്യാം. ഇത്രയുള്ള പരിപാടി. ഈ ഇൻപുട്ട് മെഷീനൊന്ന് അല്ലെങ്കിൽ ഈ ആപ്ലെറ്റ് ഒന്ന് യൂസ് ചെയ്യാൻ പഠിക്കുക. ഇത് വെച്ചിട്ട് നമ്മുടെ ഫംഗ്ഷൻ ഒരു ചെറിയ ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. ഫംഗ്ഷൻ f(x) √x ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ വാല്യൂസൊക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, f(x) ഇപ്പോൾ X² അല്ലേ, അത് sqrtx എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം 2 കൊടുക്കുക, എന്നിട്ട് പച്ച ഞെക്കുക. അപ്പോൾ അതങ്ങനെ വന്ന് വീണിട്ട് നമുക്ക് വാല്യൂ ഇവിടെ കിട്ടും. ഓക്കെ, അടുത്തത് √x തന്നെ മതി, 1.8 ആക്കി ഇൻപുട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് പച്ച ഞെക്കുക. ഓക്കെ, അടുത്തത് 2/3 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വാല്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് 1/x കൊടുക്കാൻ നേരത്തെ ഫംഗ്ഷൻ വീണ്ടും മാറ്റുക. ഒരു ചോദ്യം ഉണ്ട്, നെഗറ്റീവ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ തരികിടകളുണ്ടാവുമല്ലോ നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ ഇൻപുട്ട് ഞാനൊരു -10 കൊടുത്ത് നിർത്തും. -10 കൊടുത്തു കഴിഞ്ഞാൽ -10 ഇങ്ങനെ വരും, ഇതിൽ വന്ന് വീഴും. പക്ഷേ പുറത്തേക്ക് ഒന്നും വരില്ല. ഓക്കെ, പുറത്തേക്ക് ഒന്നും വരില്ല. അല്ലെങ്കിൽ മെഷീൻ അവിടെ സ്റ്റക്കാവും. എന്തുകൊണ്ടാണ്, ഡൊമൈനിൽ ഇല്ല. ഡൊമൈൻ ഇല്ലാത്ത ആളാണ് -10, അതായത് -10 റൂട്ടില്ല. നമ്മൾ റൂട്ട് ഫംഗ്ഷൻ ആക്കി കഴിഞ്ഞാൽ -10 റൂട്ടില്ല, ഇല്ലാത്ത ഒരാൾ. അപ്പോൾ മെഷീൻ അവിടെ സ്റ്റക്കാവും. നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഇൻപുട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ മെഷീൻ അവിടെ സ്റ്റക്കാവും, വാല്യൂ പുറത്തേക്ക് വരില്ല. ഓക്കെ, അതിൻ്റെ റീസൺ ഡൊമൈനിൽ ഇല്ലാത്ത ആളാണ്. റൂട്ടിൻ്റെ ഡൊമൈനിൽ ഇല്ലാത്ത ആളാണ് നെഗറ്റീവ് വാല്യൂസ്. നെഗറ്റീവ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടില്ല, മെഷീൻ അവിടെ സ്റ്റക്കാവും. ഓക്കെ, ഇനി 1/x ഇതുപോലെ ചെയ്യുക. ഫംഗ്ഷൻ 1/x ആക്കി കൊടുക്കുക. ഈ വാല്യൂസൊക്കെ ജസ്റ്റ് -3/7 ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, മൈനസ് ഇട്ട് കൊടുക്കണം. 3/7 ഒക്കെ, അപ്പോൾ √2/3 sqrt 2/3 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വാല്യൂസ് അങ്ങനെ കിട്ടും, ഫംഗ്ഷൻ മാറ്റി കൊടുത്തിട്ട്. അവിടെയും ചോദ്യമുണ്ട്, ഇൻപുട്ട് നിങ്ങൾ 1/x ആക്കിയതിന് ശേഷം ഇൻപുട്ട് 0 കൊടുത്താൽ എന്താ പ്രശ്നം ഉണ്ടാവുക, ഫംഗ്ഷൻ നിങ്ങൾ 1/x ആക്കി. അപ്പോൾ നിങ്ങൾ 1/x ആക്കി കൊടുക്കുമ്പോൾ ഇൻപുട്ട് നിങ്ങൾക്ക് 0 കിട്ടണം. 0 നിങ്ങൾ ഇൻപുട്ടായി കൊടുത്തു എന്ന് എഴുതുക. 0 ഇങ്ങനെ വന്ന് വീഴും, പക്ഷേ ഔട്ട്പുട്ടൊന്നും വരില്ല, കാരണം 1/0 ഇല്ല. അത് കാരണം 1/xൻ്റെ ഡൊമൈനിൽ 0 ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഔട്ട്പുട്ട് വാല്യൂ കിട്ടാത്തത്. ഇതാണ് ഫംഗ്ഷൻ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോഴേ പറഞ്ഞതാണ്, ഫംഗ്ഷൻ ഈസ് എ മെഷീൻ. ഫംഗ്ഷൻ ഈസ് ആക്ട്സ് ലൈക്ക് എ മെഷീൻ. സോ നമുക്ക് ഫംഗ്ഷൻ ഒരു മെഷീനായിട്ട് വിഷ്വലൈസ് ചെയ്ത് കാണുന്ന ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 1.3. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ലാബ്. ഓക്കെ, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരിക, ഇതേ പരിപാടി തന്നെ, ചെറിയ വേരിയേഷൻസേ ഉണ്ടാവുള്ളൂ ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. ഇത് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. മാനുവൽ നിങ്ങൾക്ക് ഫോളോ ചെയ്തിട്ട്, ഞാനും അതാ ചെയ്യുന്നത്, മാനുവൽ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ ആക്ടിവിറ്റി ആയിട്ട് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഒരു ലാപ്ടോപ്പും അതിൽ ജിയോജിബ്രയും ചെയ്യാനുള്ള മൈൻഡും ഉണ്ടെന്നുണ്ടെങ്കിൽ 12 ലാബും സുഖമായിട്ട് നിങ്ങൾക്ക് തന്നെ പഠിച്ചെടുക്കാം. കുറച്ച് കൺസെപ്റ്റുകൾ അറിയണം. ഓക്കെ, ഇനി ഈ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഇനി കത്തിയെന്ന് തോന്നുന്നു. നമ്മുടെ ഗ്രാഫിൽ ഓരോ പോയിൻറ്റും AF എന്നുള്ള ഫോമാറ്റ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ X² എന്ന ഗ്രാഫ് എടുക്കുകയെന്നുണ്ടെങ്കിൽ അത് കണ്ടോ, X² എന്ന ഗ്രാഫിൽ ഓരോ പോയിൻറ്റും അതെ, ഫസ്റ്റത്തെ വാല്യൂ x ആണെങ്കിൽ അതിൻ്റെ f(x) വാല്യൂ ആയിരിക്കും അടുത്തത്. ഗ്രാഫിൽ ഓരോ പോയിൻറ്റും അതെ AF എന്നുള്ള ഫോമാറ്റിലായിരിക്കും. ഒരു വാല്യൂ അതിൻ്റെ ഇമേജ് വാല്യൂ എന്നുള്ള ഫോമാറ്റായിരിക്കും.
ഓക്കെ, അത്രയേ ഉള്ളൂ ലാബ് 1.